കോട്ടയം വെള്ളൂരിലെ KPPL-ൽ നിന്നും മലിനജലം പുറന്തള്ളുന്ന സംഭവത്തിൽ ഇടപെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോട്ടയം ജില്ലാ കളക്ടറുമായി ആശയവിനിമയം നടത്തി. അടിയന്തര ഇടപെടൽ നടത്താനുള്ള കളക്ടറുടെ നിർദ്ദേശത്തിന് പിന്നാലെ പ്രദേശത്ത് പരിശോധന നടത്തി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥർ. KPPL-ൽ നിന്നും യാതൊരു മാനദണ്ഡവും പാലിക്കാതെ മാലിന്യം പുറന്തള്ളുന്നു എന്ന വാർത്ത അത് പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലൂടെയാണ് പുറം ലോകം അറിഞ്ഞത്. പേപ്പർ നിർമ്മാണത്തിന് ശേഷം ബാക്കിയാകുന്ന മലിനജലമാണ് നാട്ടുകാർക്ക് ദുരിതമാകുന്നത്. മൂവാറ്റുപുഴ ആറ്റിലേക്ക് മലിനജലം ഒഴുക്കുന്നത് പതിവായതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. വിഷയം 24 റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ വിഷയത്തിൽ ഇടപെട്ടത്. ജില്ലാ കളക്ടറുമായി ആശയവിനിമയം നടത്തിയ സുരേഷ് ഗോപി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടർ വിശദമായ പരിശോധനയ്ക്ക് ഉത്തരവിട്ടത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയും നടത്തി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആവശ്യപ്പെടുന്നു. ബഹുമാന്യായ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അദ്ദേഹം ഇന്ന് രാവിലെ ഇടപെടുകയും അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ കളക്ടറെ വിളിക്കുകയും ജില്ലാ കളക്ടർ അവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ജീവനക്കാരെ വിഷയത്തിൽ ചുമതലപ്പെടുത്താമെന്ന് അറിയിക്കുകയും ആ വിവരം അദ്ദേഹത്തെ അറിയിക്കാമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. നഷ്ടത്തെ തുടർന്ന് കൂപ്പുകുത്തിയ HNL സംസ്ഥാന സർക്കാർ ലേലത്തിൽ പിടിച്ചാണ് കേരള പേപ്പർ പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന പേരിൽ പുതിയ കമ്പനി തുടങ്ങിയത്. സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടും മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാതെ വന്നതോടെ CPM അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. 24 കോട്ടയം. പൊതുജനം കഴുതയല്ല സാർ.